അച്ഛാ നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ഇനി എനിക്ക് ചിന്തിക്കാൻ ഒന്നുമില്ല. പോവാൻ വരട്ടെ. ഹലോ റെജി, നീ ആ പ്രേമേന്ദ്രനെ കണ്ടോ? നമുക്ക് അവനെ അത്യാവശ്യമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനിപ്പം തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ. ആ ഓ, ഇനിയിപ്പോ പ്രേമചന്ദ്രൻ വന്നിട്ട് എന്തോ എത്താനാ? ആ എന്തൊക്കെയാ പ്രേമേന്ദ്ര? പറ്റിലെഴുതി കേട്ടോ. ഇതോടെ നമ്മുടെ പറ്റ് 7000 രൂപയായി. ഇതൊക്കെ എപ്പോഴാ തരിക? നമ്മുടെ ഗോപാലേട്ടന്റെ മകൻ ഗോകുലിന്റെ കല്യാണം ഈ ഞായറാഴ്ചയാണ്. അവന്റെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ചേട്ടന് മുഴുവൻ പൈസ ഞാൻ തന്നിരിക്കും. പോരെ? അല്ല, ഗോകുലന്റെ ഫസ്റ്റ് നൈറ്റും എന്റെ പൈസയായിട്ട് എന്താ ബന്ധം? ഗോകുലിന്റെ കല്യാണം ശരിയായി കൊടുത്ത് ഞാനല്ലേ. ഉം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് മുമ്പായി അവൻ എന്റെ ബ്രോക്കറേജ് മൊത്തം തരും. ആ പണം കിട്ടിയാലുടനെ ഞാൻ ചേട്ടന്റെ പണം തന്നിരിക്കും. അങ്ങനെ. അയ്യോ, അജി റെജിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ പരിസരത്തെ വന്നിട്ടില്ലെന്ന് ചേട്ടൻ പറയണം. ഓക്കെ, അത് ഞാൻ ഏറ്റു. ശരി. താങ്ക് യു. ഇവന് പണം കടം കൊടുത്തവരായിരിക്കും. ഇവനൊരു പണി കൊടുക്കണമല്ലോ. ചേട്ടാ പ്രേമേന്ദ്രൻ ഇവിടെ ഞാൻ കണ്ടോ? അവൻ ഇതപ്പോ ചായ കുടിച്ച് പോയതേ ഉള്ളൂ. എന്താന്നറിയില്ല, അവൻ ആ കട്ട് റോഡിൽ കൂടി ഓടുന്നതേ ഉള്ളൂ. വേഗം ചെന്നോ, വേഗം പോയി അടിച്ചോ. ഓ, നടക്കട്ടെ നടക്കട്ടെ. എടാ പ്രേമേന്ദ്ര, അവിടെ നിൽക്കടാ. ഇല്ല, നിക്കൂല. എടാ പ്ലീസ് അവിടെ നിൽക്കാൻ. അതാ പ്രേമേന്ദ്രൻ. ഓടി 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 പിടിക്കാം. എടാ പ്രേമേന്ദ്ര, എടാ നിൽക്കടാ. അയ്യോ, നിങ്ങളെ വാങ്ങിച്ച 500 രൂപ ഞാൻ അടുത്ത ഞായറാഴ്ച വരും. ഒന്ന് വെയിറ്റ് ചെയ്യ്. നോക്ക് പ്രേമേന്ദ്ര. നിങ്ങളോടൊക്കെ അറിയാൻ പാടില്ലാന്ന് ചോദിക്കാം. ഇവിടെ വലിയ വലിയ കോടീശ്വരന്മാരുടെ 5000 കോടിയും 10,000 കോടിയൊക്കെ ഗവൺമെന്റ് എഴുതിത്തല്ല, കിട്ടാക്കടമായി. അതുപോലെ ഞാൻ നിങ്ങളെ വാങ്ങിച്ച 500 രൂപ 2000 രൂപയ്ക്ക് എഴുതിത്തള്ളിക്കൂടെ? ഞാൻ എന്തെല്ലാം സഹായം നിങ്ങൾക്കൊക്കെ ചെയ്തു തരുന്നു. അയ്യോ പ്രേമ, 500ന്റെ കാര്യല്ല, വേറൊരു കാര്യ. എന്താ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ യുദ്ധം നടക്കുന്നുണ്ടോ? അതല്ല പുതുതായി ഇറക്കി 2000 നോട്ട് നിരോധിച്ചോ? എന്താ പ്രശ്നം പറ. എന്റെ പൊന്ന് പ്രേമേന്ദ്ര, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ആ ശ്രുതിയെ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അതിപ്പോ ഞാൻ നടത്തി തന്ന കല്യാണല്ലേ. അവക്കിപ്പോ ഫ്രിഡ്ജ് AC മാത്രല്ല, അടിയന്തരമായിട്ട് ഓടിക്കാറും വേണം പോലും. ഇതായിരുന്നോ പ്രശ്നം? എന്നാ പിന്നെ ഇത് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞാ പോരാ മനുഷ്യന്മാരെ? നീ നേരിൽ വന്നിട്ട് ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തിട്ട് പ്രേമേന്ദ്ര. പ്രശ്നമാക്കണ്ട. ശ്രുതിയുടെ കാര്യത്തിൽ നമ്മളിന്നൊരു തീരുമാനം. പ്രേമചന്ദ്രനോടാ കളി. എന്താ ചെയ്യ? ശ്രുതി, എന്താ പ്രശ്നം? കല്യാണം ഡൈവേഴ്സൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ളതാ. അതിൽ കാണുന്നവനും കേൾക്കുന്നവനും ഒന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പ്രേമേട്ടൻ അങ്ങനെ കാണുന്നവനും കേൾക്കുന്നവനല്ല. പ്രേമേട്ടൻ ഈ കല്യാണത്തിന്റെ ബ്രോക്കറാണ്. അതുകൊണ്ട് പ്രേമേട്ട ശരിയായി കൊടുത്ത കല്യാണം ആണെങ്കിലേ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ഒക്കെ പ്രേമേട്ട ഇടപെടും. അതെന്തിന്? നിനക്കറിയോ, പ്രേമേട്ട ശരിയായി കൊടുത്ത ഒരു കല്യാണം പോലും ഇതുവരെ ഡൈവേഴ്സ് ആയിട്ടില്ല. കല്യാണം എന്നൊരു ദൈവികമായ കാര്യമാണ്. അത് നടത്താനും ഡൈവേഴ്സ് ചെയ്യാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഞാൻ നടത്തി കൊടുത്ത ഒരു കല്യാണം ഇന്ന് വരെ ഡൈവേഴ്സ് ആയിട്ടില്ല. നിങ്ങൾ നടത്തി കൊടുത്ത കല്യാണത്തിലെ ആദ്യമായിട്ടൊന്നും ഡൈവേഴ്സ് ആവുന്നു. ഇതൊരു തുടക്കം കൂട്ടിക്കൊള്ളു. നോ, നിസ്സാരമായ കാര്യത്തിന് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമായി പ്രശ്നം ഉണ്ടാക്കി ഡൈവേഴ്സ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പ്രശ്നമാവോ? കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലല്ല ജീവിതം. പരമാവധി ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. നോ, എനിക്ക് അങ്ങനത്തെ ഒരു ഗതികേടില്ല.